ഹായ് ഹലോ. ഈ താഴെ കാണുന്ന വീഡിയോ ഞാൻ അല്പം മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഇത് വേറെ ഒന്നുമല്ല, വെള്ളനാട് പഞ്ചായത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ് ഈ സംഭവം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതായത് വെള്ളനാട് പഞ്ചായത്തിൽ ഇപ്പം നിലവിലുള്ള മെമ്പർമാരെല്ലാം ചെയ്ത സേവനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതേപോലെ ഇനി ചെയ്യാൻ വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യവും. അപ്പോൾ ഇതൊരു ഉദ്ഘാടന ചടങ്ങ് പോലെ ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ ഈ വർഷത്തേക്ക് ഇവിടുന്ന് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗമൊക്കെ നടത്തിയായിരുന്നു. ഇത് കൃത്യം 2 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. പിന്നെ രാഷ്ട്രീയക്കാരല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി 3 മണി വരെ വൈകി. അതായത് 3 മണിയായ ശേഷമാണ് ഈ ഒരു പരിപാടിയിലേക്ക് കടന്നത്. തുടക്കത്തിൽ തന്നെ ആശംസ പ്രസംഗവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുവിധം ഇത് അങ്ങ് പോയി. പിന്നെ ഓരോരോ ചെയ്ത സേവനങ്ങളൊക്കെ ആയപ്പോൾ ഒരു ബസ്സിൻ്റെ കാര്യം വന്നപ്പോൾ മാത്രം ഒരു 3 പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നല്ല തർക്കമായിരുന്നു. 3 പാർട്ടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ 3 പാർട്ടിയും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. അത് അവരുടെ വിഷയം. ഞാൻ പറയുന്നത്, എനിക്കിതിൽ ഇത്രയും വിഷമമായതും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പിതാവാണ്. എൻ്റെ കുട്ടിയെ കൊണ്ട് ഞാൻ 2 മണിക്ക് കമ്പനിമുക്ക് LPS സ്കൂളിൽ പോയതാണ്. അപ്പം നമ്മൾ അവിടെ ചെന്നത് നമ്മൾ ഈ സാധനം വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നിൽ നമുക്കത് തരിക. ഇവർ ഏകകണ്ഠമായിട്ട് എല്ലാ പാർട്ടിക്കാരും വരും, കാരണം എല്ലാ പാർട്ടിയിലെ മെമ്പർമാരും വെള്ളനാട് പഞ്ചായത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഏകകണ്ഠമായി തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ് ഇത്. അങ്ങനെയാണ് അവർ ചെയ്തത്. പക്ഷേ ഇതെല്ലാം ഒന്ന് പ്രശ്നങ്ങളായി ഒന്നും തള്ളരുമായി അങ്ങനെ വേണ്ട വിഷയങ്ങളെല്ലാം ഇതിനകത്ത്. അതാ ഇത് വെട്ടിപ്പ് നടത്തിയാലും വെട്ടിപ്പ് നടത്തിയിടയിലും എതിർത്താലും എല്ലാം നമ്മളെ കേരളമാണ് എന്താണെന്നൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. നമ്മളാരും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല ആരൊക്കെ വെട്ടിക്കും ആരൊക്കെ തട്ടിക്കും എന്നൊക്കെ. അപ്പം ഈ തന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 4-4:45 ഈ കലാപരിപാടികളൊക്കെ നിന്ന് അവസാനം ഈ എല്ലാവരും അടിച്ചു പിരിഞ്ഞ് 4 വഴിക്ക് പോയി. അപ്പോൾ നമ്മൾ വെള്ളനാട് വൈസ് പ്രസിഡൻറ്റ് വന്നിട്ട് മൈക്കിൽ പറയുകയാണ്, നമുക്കിപ്പോൾ ഇത്രത്തോളം ആയില്ലേ, അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളെ നാളെ ലിസ്റ്റ് നോക്കിയിട്ട് നാളെ ഒന്നും കൂടെ വന്നാൽ മതി, അപ്പോൾ ലിസ്റ്റ് നോക്കി തരാമെന്ന്. അപ്പം ഈ 2 മണി മുതൽ 5 മണി വരെ നിന്ന് നമ്മൾ പൊട്ടന്മാരായ പോലെ ആയിപ്പോയി. അതുകൊണ്ട് എനിക്കത് കേട്ട് നിൽക്കാനോ കണ്ടെടുക്കാനോ എനിക്ക് സാധിച്ചില്ല. അത് ഞാൻ പോയി മെമ്പറിനോട് സംസാരിച്ചു, അതായത് ഈ വൈസ് പ്രസിഡന്റിനോട് സംസാരിച്ചു. അപ്പം അവർ പറഞ്ഞ് ഈ പ്രശ്നങ്ങളായതിനാൽ ഞാൻ എന്നെ വിളിച്ച് വരുത്തിയത് ഈ സാധനം കാണാനാണ്, അല്ലെങ്കിൽ ഈ സാധനം വാങ്ങാനാണ്. എൻ്റെ കുട്ടിയെ കൊണ്ടാണ് ഞാൻ വന്നത്, അല്ലാതെ നിങ്ങളുടെ വഴക്കോ അടിയോ ഒന്നും കാണാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത്. അത് നിങ്ങളെ പറയും, നിങ്ങളുടെ പഞ്ചായത്തിൽ വെച്ച് നടത്തേണ്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങളത്. അത് വേറെ കാര്യം. നിങ്ങളിവിടെ വിളിച്ച് വരുത്തിയ മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട്. അവർ 2 മണി തൊട്ട് ഇവിടെ ഇരിക്കുന്നവരാണ്. അപ്പോൾ അവർക്കത് കൊടുത്തേ പറ്റൂ നിങ്ങൾ. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് എടുത്ത് പറഞ്ഞ് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാകും. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വിഷയം ഉണ്ടാക്കാനൊന്നും വന്നതൊന്നുമല്ല, കാരണം എന്നെ വിളിച്ച് വരുത്തിയത് എന്താണ് ഉദ്ദേശം. അപ്പോൾ എന്നെ വിളിച്ച് വരുത്തിയിട്ട് ഇവർ അടിയും വഴക്കം കണ്ടിട്ട് എനിക്ക് പോകേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇന്ന് ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ രാവിലെ വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ വർക്കിന് പോലും പോകാതെ ഞാൻ നിന്നത്. അപ്പം നമ്മളത്രയും 4-4:30-5 മണി വരെ നിന്നിട്ട് ഇവർ ഈ പ്രകർശനം എല്ലാം കണ്ട് നിന്നിട്ടും നമുക്ക് ഈ സാധനം തന്നിട്ടില്ല. അങ്ങനെ വേണ്ട സംസാരിച്ച് അവസാനം സാധനം തരാമെന്ന് ഓക്കെ സാധനം അകത്ത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരാൾ, പാർട്ടിയിലുള്ള ഒരാളാണ്, എനിക്ക് പേരൊന്നും എനിക്കറിയത്തില്ല. സാധാരണ ഞാൻ ഒരു പാർട്ടിയിലെയും ചങ്ങല കാലി കെട്ടി കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആരെയും സപ്പോർട്ടും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യില്ല. തെറ്റുണ്ടെന്നാണ് തെറ്റെന്ന് തന്നെ പറയും. അയാൾ പറഞ്ഞ് നിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എന്തിനു മനസ്സിലാവും, ഞങ്ങളെ വിളിച്ച് വരുത്തിയതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞങ്ങളെന്തിനാണ് വിളിച്ച് വരുത്തിയത്, സാധനം തന്നെ നമുക്ക് തരിക. നിങ്ങൾ പിന്നത്തെ കാര്യം നിങ്ങൾ എന്തുവാണോ ചെയ്തു, ഞങ്ങൾക്കറിയേണ്ട കാര്യം. ഇത്ര നേരം നമ്മളിവിടെ കേട്ടോണ്ട് നമ്മൾ പൊട്ടന്മാരാന്ന് ചോദിച്ചു. വീട്ടിൽ ഇരിക്കേണ്ട അല്ലെങ്കിൽ വർക്കിന് പോകേണ്ട നമ്മളിവിടെ വന്ന് ഇന്ന് ഇത്രയും കേട്ടോ നമ്മൾ പൊട്ടന്മാരൊന്നും അല്ല. നമ്മൾ ജനങ്ങൾ പൊട്ടന്മാരല്ല, നമ്മളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി നോക്കണതാണ്. അവസാനം അയാൾ പറഞ്ഞു അവർ അലച്ചപ്പോൾ അവരെ എതിർത്തപ്പോൾ നിനക്ക് പറയാം. എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ എന്താണ് പറയേണ്ടത്? ഈ കേരളത്തിൽ ഒരുപാട് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ബസ് സ്റ്റോപ്പിൽ തുടങ്ങുമ്പോൾ തന്നെ അറിയാം അവിടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ച ഫണ്ടിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് വരെ നമ്മൾ കണ്ട് വളർന്നവരാണ് നമ്മൾ. ഒരു വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ, 650 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ വേണ്ടി 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ 2 തൂണിൽ നിർത്തിയിരിക്കുന്ന ഒരു കമ്പിക്ക് വേണ്ടി കൊടുക്കുന്ന 10-15 ലക്ഷം രൂപയാണ്. അപ്പം ഏത് പാർട്ടിയായിരുന്നാലും ഏത് ആൾക്കാരായിരുന്നാലും ചക്കരക്കോടമാണ്, കൈയിട്ട് വാരും. അത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാം. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളെന്തിനാണോ വിളിച്ചത് അത് തരിക. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ടത് തർക്കങ്ങളായി. വലിയ തർക്കമൊന്നും ആയില്ല. പോലീസുകാരെ ഞാൻ കുറ്റം പറയില്ല ഒരിക്കലും. കാരണം അവരൊരു പ്രശ്നം തലവേദന പോലെ ഒഴിച്ചു വിട്ടു. അപ്പോഴാണ് ഞാൻ ചെല്ലണത്. ഞാൻ വേറെ വഴക്കുണ്ടാക്കാനോ ചീത്ത വിളിക്കാൻ അടിക്കാനൊന്നുമല്ല, എൻ്റെ സാധനം വേണമെന്ന് പറയാനേ പോയുള്ളൂ. അവസാനം തന്നു. വേറെ പ്രശ്നമൊന്നുമില്ല, ഉടക്കമൊന്നുമില്ലാതെ എനിക്ക് തന്നു. പുറത്തിറങ്ങിയപ്പോൾ മെമ്പർ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മെമ്പർ നിങ്ങൾ ഈ കാണിച്ചത് മോശമായിപ്പോയി. ഇതൊരു സ്കൂളാണ്. ഒന്നാമത്തെ കേസ് ഇതൊരു സ്കൂളാണ്. രണ്ടാമത് കുട്ടികളെ 2 മണിയായിട്ട് നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കണം. നിങ്ങൾക്ക് പ്രശ്നങ്ങളാവും സംസാരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങളത് തുടങ്ങണമായിരുന്നു.
ഇത്രയും പിടിച്ച് നിർത്തേണ്ട. അവസാനം നിങ്ങളെല്ലാം ഈ പ്രശ്നം ഉണ്ടാക്കി നാല് വഴിക്ക് പിരിഞ്ഞപ്പോൾ അവിടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ നാളെ തരാമെന്നാണ് പറഞ്ഞത്. അപ്പം അല്ല, ഈ വന്നിരുന്നവരെ കിഴങ്ങന്മാരാക്കാതിരിക്കാൻ ഇന്നേ കൊടുക്കുമെന്ന് പറയാൻ വേണ്ടി ഒരു പാർട്ടിക്കാരും അവിടെ കണ്ടില്ല. അപ്പം മെമ്പർ തിരിച്ചെൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്താണ് നീ ചോദിച്ചോന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാനാണ് ചോദിച്ചത്, ഞാനല്ല, കൂടെ എന്ന മെമ്പർ പറഞ്ഞു അവനാണ് ചോദിച്ചത്, അവന് മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ പറഞ്ഞു വന്നത് ഗുണമായില്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഗുണമൊന്നുമില്ല, SC/ST വിഭാഗത്തിൽപ്പെട്ട സാധനമില്ലേ, അത് കിട്ടേണ്ട കടമയും ഇതുകൊണ്ട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേരെഴുതി കൊടുത്തിട്ടല്ലേ കിട്ടിയത് എന്നായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തിരിച്ചൊരു മറുപടി പറയുകയും ചെയ്തു, എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ സമയം നഷ്ടമാക്കി ഞാൻ ഇവിടെ നിന്നതിൻ്റെ മാത്രമേ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ വിഷയം എന്തോ ആയിക്കോട്ടെ, എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ 2 മണി തൊട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ എനിക്കിതിൻ്റെ ക്ലിയർ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന വീഡിയോ അതാണ്, നിങ്ങൾ കാണുന്ന വീഡിയോ അതാണ്. അപ്പം ഇതൊരു ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഇലക്ഷന് മുന്നോടിയായിട്ട് പലയിടത്തും പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ അവർ ചെയ്തു വെച്ച നന്മകളും അതിനെ എതിർക്കാനും ചിലപ്പോൾ തട്ടിപ്പുകളും ആ തട്ടിപ്പിനെ ചോദ്യം ചെയ്യാനും ഒരുപാട് പേര് വരും. പക്ഷേ അവിടെ എല്ലാം കോമാളിയാകുന്നത് എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളാണ്. കാരണം ഇതിൽ നമ്മളെ പേരും പറഞ്ഞാണ് ഇന്ന് അവിടെ ഈ ഒരു സംഭവം തുടങ്ങിയത്. എന്താണ് ഇങ്ങനെ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങിയത്. എന്നാൽ അവസാനം ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവിടെ ആരും കാണിച്ചില്ല. ഞാൻ അലച്ചില്ലെങ്കിൽ അത് ഇന്നത്തെ ദിവസം കിട്ടത്തില്ല. ഒരു മേശയും കസാരയും അതല്ല നമുക്ക് ആവശ്യം. എന്നെ വിടും, ബാക്കിയുള്ളവരവിടെ ഇരുന്നവരൊക്കെ പ്രതികരിക്കാത്ത ജനത ആയതുകൊണ്ടാണ് അങ്ങനെ ആവണത്. ഞാൻ പ്രതികരിച്ചത് ഞാൻ വലിയ മറ്റവനാണെന്ന് പറയണതല്ല. എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി ഞാൻ എനിക്കത് കിട്ടണമെന്ന് എനിക്ക് കിട്ടി, ഞാൻ വന്നു. അപ്പം ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അല്ലാതെ നമ്മളൊരു പാർട്ടിയും തേജോവിഹാരം ചെയ്തുകൊണ്ട് ഇട്ടൊരു പോസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആ ഒരു കാര്യത്തിനോട് യോജിക്കുന്നില്ല. കാരണം വിദ്യാലയത്തിൽ വെച്ച് കുട്ടികളെ അത്രയും നേരം പിടിച്ചിരുത്തി, ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനമാണ്. അപ്പം കുട്ടികളെ അത്രയും നേരം പിടിച്ചിരുത്തിയത് മോശമായി പോയി. എന്നിട്ട് അവസാനം എല്ലാവരും എന്തായാലും കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു. അതാരും പറഞ്ഞില്ല. ചോദിക്കാൻ ചെന്ന എന്നെയും മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചു. അത് എന്തോ കാരണം നമുക്കൊന്നും പറയേണ്ട വോയിസ് ഇല്ല. കാരണം അത്ര നേരം 3 രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ പ്രവർത്തകരും അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നതും മുൻനിരയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഭയങ്കര അലപ്പായിരുന്നു. അപ്പം പോലീസിൽ നിന്ന് വലിയ സംസാരം പിടിച്ചു മാറ്റും. ഞാൻ സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ പൊയ്ക്കോ എന്നൊക്കെ ആയിരുന്നു സംഭവം. നമുക്കൊന്നും ഈ നാട്ടിലൊരു വിലയില്ല. ഇവരൊക്കെ കാണിക്കുന്നതും കേൾക്കണമെന്ന് നമ്മൾ ജീവിക്കുക. ഇതിൽ നിങ്ങൾ തീരുമാനിക്കുക, പാർട്ടി ഏതാണെന്ന് നോക്കിയിട്ടൊന്നും കാര്യമില്ല. മനുഷ്യനെ ഞാൻ നോക്കിയിട്ട് വോട്ട് കൊടുക്കാൻ പഠിക്കുക. ഓക്കെ, ചില മനുഷ്യർ കാണുന്നല്ലത്, ചിലപ്പം ഏതെങ്കിലും ഒരു പാർട്ടിയിലായിരിക്കാം. രാഷ്ട്രീയം നോക്കരുത് ഒരിക്കലും. അത്ര എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ഇതൊന്നും ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. സംഭവം ഈ ഒരു വിഷയം തീരുമാനിച്ചത് 3 പാർട്ടിക്കാരന്മാരാണ്. ഈ ഒരു പ്രോഗ്രാം നടത്താമെന്ന് പറഞ്ഞ 3 പാർട്ടിക്കാരന്മാരാണ്. പ്രശ്നം ഉണ്ടാക്കിയത് 3 പാർട്ടിക്കാരന്മാരാണ്. അപ്പോൾ അവരവരെ സ്വയലാഭത്തിന് വേണ്ടിയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഇവരെല്ലാം ഇത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചൊരു അവരവർ വേറെ കാര്യങ്ങൾ പറയാണ്, തർക്കങ്ങളും കാര്യങ്ങളും അതൊക്കെ പറയാണ്. പക്ഷേ അപ്പോഴും ആ കുട്ടികൾക്ക് കൊടുത്തു വിടണം എന്നൊരു ഉചിതമായ ഒരു ഇതില്ല. കാരണം ആ അമ്മമാർ തന്നെയാണ് ആ ക്ലാസ് റൂമിൽ, ഞാൻ ആ വീഡിയോ കാണിച്ചിരിക്കുന്ന ക്ലാസ് റൂമിനകത്ത് കയറി മേശയും കസേരയും എടുത്തുകൊണ്ട് വന്ന സ്ത്രീകളും മാത്രമാണ് തൂക്കിയെടുത്തുകൊണ്ട് വന്നത്. സ്ത്രീകൾക്ക് എടുത്തുവിടാന്നല്ല. പക്ഷെ ഇത്രയും ചെയ്തിട്ട് ഇവരെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിതെല്ലാം ചെയ്ത് കൂട്ടിയെന്ന് പറയുമ്പോൾ ഈ നിന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരും ഉണ്ടാക്കിയവർക്കൊക്കെ അത് ഓരോരുത്തർക്കായിട്ട് അതിൻ്റെ അതിൽ നിന്ന് വെളിയിലെങ്കിലും എടുത്തിട്ട് കൊടുക്കാമായിരുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നുമില്ല. ഇതിൻ്റെ വരായികളൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ അതിന് വേണ്ടി ചെയ്യണതുമല്ല. ഈ ഒരു വീഡിയോ എനിക്ക് തോന്നി ഞാൻ ഇട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ.